ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് വെറുമൊരു ശിവക്ഷേത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ശിവൻ്റെ ദിവ്യസാന്നിധ്യം ആഴത്തിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമായതിനാൽ കൊട്ടിയൂർ ക്ഷേത്രത്തെ ദക്ഷിണ കാശി അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ വാരണാസി എന്നും വിളിക്കാറുണ്ട്. വളരെ കാലം മുമ്പ് ദക്ഷൻ എന്ന അഹങ്കാരിയും ശക്തനുമായ ഒരു രാജാവ് ജീവിച്ചിരുന്നു. യാഗം എന്ന പേരിൽ ഒരു മഹത്തായ പ്രാർത്ഥന നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ദക്ഷ രാജാവിന് സതി എന്നൊരു മകളുണ്ടായിരുന്നു. ശിവഭഗവാന്റെ ധർമ്മപത്നിയായിരുന്നു സതീദേവി. ദക്ഷ രാജാവ് സ്വന്തം മരുമകനായ ശിവനെ ഈ വലിയ യാഗ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. യാഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവിനെ ക്ഷണിക്കാത്തതിൽ സതീദേവി വളരെ അസ്വസ്ഥതയായി. ദക്ഷൻ എത്ര ക്രൂരനാണെന്നറിയാവുന്ന ശിവൻ തൻ്റെ ഭാര്യ സതിയോട് പോകരുതെന്ന് പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് സതീദേവി യാഗത്തിന് പോയി. യാഗഭൂമിയിൽ വച്ച് ദക്ഷൻ സതിയോട് അവിശ്വസനീയമാം വിധം അനാദരവ് കാണിച്ചു. ശിവനെക്കുറിച്ച് അദ്ദേഹം ഭയങ്കര മോശമായി സംസാരിച്ചു. കോപവും അപമാനവും കാരണം സതി വളരെ ഹൃദയം തകർന്നു. അപമാനം കൂടുതൽ സഹിക്കാൻ കഴിയാതെ സതീദേവി സ്വയം സൃഷ്ടിച്ച ഒരു യാഗാഗ്നിയിൽ പ്രവേശിച്ച് യാഗസ്ഥലത്ത് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് കേട്ടപ്പോൾ ശിവന് അതിരിട്ട ദുഃഖവും കോപവും ഉണ്ടായി. അദ്ദേഹം തൻ്റെ മുടിയുടെ ഒരു ഇതൾ വലിച്ചെടുത്ത് അതിൽ നിന്ന് വീരഭദ്രൻ എന്ന ഭയങ്കരമായ ഒരു യോദ്ധാവിനെ ജനിപ്പിച്ചു. വീരഭദ്രൻ യാഗഭൂമിയിൽ പോയി എല്ലാം നശിപ്പിച്ചു. അദ്ദേഹം ദക്ഷന്റെ തല പോലും വെട്ടിമാറ്റി. പിന്നീട് വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും എല്ലാ ദേവന്മാരുടെയും അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ ശിവൻ ദക്ഷനെ പുനർജനിപ്പിച്ചു. പക്ഷേ സ്വന്തം തലയ്ക്കു പകരം ഒരു ആടിൻ്റെ തല നൽകി. ഇതിനെല്ലാം ശേഷം യാഗം ഒടുവിൽ സമാധാനപരമായി പൂർത്തിയായി. ഈ ഒരു പുണ്യസ്ഥലത്ത് പിന്നീട് ഒരു സ്വയംഭൂ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് കൊട്ടിയൂർ എന്ന് പറയുന്ന ഈ പുണ്യഭൂമിയിലാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രം വളരെ സവിശേഷമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും അതുല്യവുമായ വാർഷികോത്സവമാണ് വൈശാഖ മഹോത്സവം. മെയ് മുതൽ ജൂലൈ വരെ ഇടവം മിഥുനം മാസങ്ങളിൽ നടക്കുന്ന 28 ദിവസം തുടർച്ചയായി നടക്കുന്ന ഉത്സവമാണിത്. മൺസൂൺ മഴ പെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കാടിനെ പച്ചപ്പോടും ബാവലി നദിയെ ഊർജ്ജസ്വലമായി ഒഴുക്കുന്ന സമയത്താണ് ഈ ഉത്സവം നടക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഹൃദയഭാഗത്ത് മണിത്തറ എന്ന വളരെ സവിശേഷമായ ഒരു സ്ഥലമുണ്ട്. ഇത് വെറുമൊരു സാധാരണ സ്ഥലമല്ല. സ്വയംഭൂ ലിംഗം, അതായത് ശിവന്റെ സ്വയം പ്രകടമായ വിഗ്രഹം ആദ്യം പ്രത്യക്ഷപ്പെട്ടതും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നതുമായ സ്ഥലമാണിത്. ഇത് ശിവഭഗവാന്റെ ദിവ്യസാന്നിധ്യവും ശക്തിയും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്. മണിത്തറയ്ക്ക് തൊട്ടടുത്തായി അമ്മാരക്കല്ലു തറ സ്ഥിതി ചെയ്യുന്നു. സതീദേവി യാഗാഗ്നിയിൽ ജീവൻ ത്യജിച്ച സ്ഥലമാണിത്. അതുകൊണ്ട് ഈ സ്ഥലം അവിശ്വസനീയമാം വിധം പ്രാധാന്യമർഹിക്കുന്നു. നിങ്ങൾ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നാൽ അക്കരെ കൊട്ടിയൂരിൽ എത്താൻ നിങ്ങൾക്ക് 2 വഴികളുണ്ട്. ആദ്യം നിങ്ങൾ ബാവലി നദിയിൽ കുളിച്ച് ലഗേജും മറ്റും ഡിപ്പോസിറ്റ് ചെയ്ത് പാലത്തിൻ്റെ അടുത്തെത്തണം. അവിടെ 2 പാലങ്ങൾ, 2 വഴികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു പാലം മണിത്തറയിലേക്ക് നയിക്കുന്നു. ഈ ക്യൂവിലൂടെ നടന്നാൽ നിങ്ങൾക്ക് മണിത്തറയിൽ എത്തിച്ചേരാം. ശിവഭഗവാന്റെ ദിവ്യ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഈ പുണ്യസ്ഥലത്തെത്താൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. മറ്റേ പാലം അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേരാനുള്ള എളുപ്പ വഴിയാണ്. എന്നാൽ ഈ വഴിയിലൂടെ നിങ്ങൾക്ക് മണിത്തറയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ദിവ്യ സാന്നിധ്യം അനുഭവിക്കാനും ശിവന് വഴിപാടുകൾ അർപ്പിക്കാനും മണിയറ വഴി തന്നെ പോകണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നതെങ്കിൽ വീഡിയോയുടെ അവസാനം ചില പ്രധാന വിവരങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ് ചെയ്യുക. വീണ്ടും തുടർന്ന് കാണുക.